എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എങ്ങനെയുള്ള ഒരു ബട്ടർ ഉണ്ടാക്കാം വീട്ടിലെന്നാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ബട്ടർ വാങ്ങിക്കത്തില്ല ബ്രെഡ് എത്തിക്കാനായിട്ട്. ഇനിയിപ്പോൾ കടയിൽ നിന്ന് മേടിക്കേണ്ട, വീട്ടിലുണ്ടാക്കി കഴിക്കാം. 2 ഇൻഗ്രീഡിയൻസ് മതി. അത് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നോക്കാം. ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ബോട്ടിൽ വേണം. പിന്നെ വിപ്പിംഗ് ക്രീം കണ്ടോ, വിപ്പിംഗ് ക്രീം വേണം, ഹെവി ക്രീം. പിന്നെ നമുക്ക് ഇച്ചിരി തൈരും കൂടെയും വേണം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ അകത്തോട്ട് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒഴിക്കാൻ പോവാണേ. ഇത് 1 ലിറ്ററാണ്. ഒഴിച്ചു. ഇതിലോട്ട് 1/4 കപ്പ് യോഗട്ട്, പ്ലെയിൻ യോഗട്ട്, തൈര്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തൈരിട്ടത് എന്തിനാണെന്നറിയാമോ? ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഫെർമെൻറ്റ് ചെയ്യണം ആ ക്രീമിൻ്റെ അകത്തിൽ കിടന്നിട്ട്. എന്നിട്ട് ഇത് 2 ദിവസം പുറത്ത് വയ്ക്കണം. ചൂടുള്ള നാട്ടിലാണെങ്കിൽ 2 ദിവസം മതി, അല്ലാത്തടത്താണ് ചിലപ്പോൾ 3 ദിവസം വേണ്ടി വരും. ഇത് അടച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ബട്ടർ ഉണ്ടാക്കുന്നത് ഈ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാൻഡ് മിക്സറിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ അപ്പം കുറച്ചുകൂടെ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിത് ഈ ഇതിൽ ഉണ്ടാക്കാം. 2 ദിവസം ഒഴിച്ച് വെച്ച ഈ ക്രീമും നമ്മുടെ തൈരും കൂടെ ഒഴിച്ച് വെച്ചതാണ്. ഇത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് മണിക്കൂർ. എന്നാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ബട്ടർ ആക്കാൻ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അത് അത്ര കറക്റ്റ് ഇല്ലല്ലോ. ഫ്രിഡ്ജിൽ വെച്ചതൊന്ന് തണുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. കണ്ട, ക്രീമായിട്ട് നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഇത് ഹൈ സ്പീഡിലാണ് ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബട്ടർ വെള്ളവും കൂടെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ അടിച്ചാൽ ഇവിടെ എല്ലാം തെറിച്ച് വീഴും. അതുകൊണ്ട് ഇതെല്ലാം പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇവിടെ എങ്ങും തെറിച്ച് വീഴത്തില്ല. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ അല്ലേ? അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അഗെയിൻ ഞാനിപ്പോൾ സ്പീഡ് കുറച്ചു. കാര്യം വെള്ളം സെപ്പറേറ്റ് ആയി. നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, വെള്ളം സെപ്പറേറ്റ് ആയി. ബട്ടർ എല്ലാം കൂടെ ആ വിസ്കിൽ ഇരിപ്പുണ്ട്. കുറച്ച് ഓഫ് ചെയ്തു. കണ്ടോ, ഇവിടെ എല്ലാം തെറിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ തെറിച്ചാകുമെന്ന്. വേണ്ട ബട്ടർ വേണ്ട. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബട്ടർ വേണ്ട റെഡിയാക്കി എടുത്തു. ഇനി ഇത് ഫ്രിഡ്ജിലെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇതിനകത്ത് പാലിൻ്റെ മയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പോകാൻ നല്ലതായിട്ട് പല പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം നല്ലപോലെ. വെള്ളം കളഞ്ഞേച്ച് അടുത്തത് കഴുകാം. ഒന്നും കൂടെ കഴുകിയിട്ട് കൊണ്ടുവന്നു. ഇനിയും ഇതൊന്നും കൂടെയും ഒന്നല്ല 2-3 പ്രാവശ്യം കഴുകി. അതിനകത്ത് പാലിൻ്റെ മയം എല്ലാം പോകണം. തണുത്ത വെള്ളം ഉപയോഗിക്കാവുള്ളൂ, ഫ്രിഡ്ജിലെ വെള്ളം. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പം മനസ്സിലായില്ലയോ? ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയേ വേണ്ട, ഹെൽത്തി. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഇത് ഈ സ്റ്റാൻഡ് മിക്സറിൽ അടിച്ചായിരുന്നു. അപ്പോൾ കൈകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രമകരമായ പണിയായിരിക്കും അത്. ഇനിയും വെള്ളം കളഞ്ഞേച്ച് വരട്ടെ. ഒരു പ്രാവശ്യം കഴുകി നോക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് പാലിൻ്റെ മയമൊക്കെ അതിൽ നിന്ന് പോയില്ലെങ്കിൽ ബട്ടർ ഇരുന്ന് അഴുക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലതായിട്ട് കഴുകുന്നത്. കണ്ട് ഇപ്പം വെള്ളം ക്ലിയർ ആയില്ലേ? ഇത് നമുക്കെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞു. ഇനി കുറച്ച് മിച്ചമുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, അതിൻ്റെ വെള്ളം
അത് നമുക്ക് എടുത്ത് വെക്കാം. എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ചിക്കനൊക്കെ നമുക്ക് വറക്കുന്ന ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ മാരിനേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെടുത്ത് വെച്ചു, അത് മാറ്റി വെച്ചു. ഇതിരിക്കട്ടെ, സ്റ്റോർ ചെയ്യാം, കളയാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബട്ടർ ഈ പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് മാറ്റിയിട്ട് പാക്ക് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടെയ്നറിൽ ഇട്ട് വെക്കണമെങ്കിൽ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെ ഷേപ്പിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വല്ല സ്പൈസസ് ഒക്കെ ലൈക്ക് സോൾട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാർലിക്കോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളത് ചെയ്യണേ. ചെയ്ത് ഷേപ്പ് ചെയ്തങ്ങ് വെച്ചാൽ മതി. എടുത്ത് എല്ലാ ദിവസവും ബ്രെഡ് കഴിക്കുമ്പോഴോ എന്താ വെച്ചാൽ കഴിക്കുമ്പോൾ ബട്ടർ എടുത്ത് കഴിക്കാം. ബ്രെഡിലേക്ക് ഒന്ന് തേച്ച് കഴിച്ച് നോക്കട്ടെ. ഞാൻ സോൾട്ടൊന്നും ആഡ് ചെയ്തില്ല, നിങ്ങൾക്ക് സോൾട്ട് വേണേൽ ആഡ് ചെയ്യണേ. അപ്പോൾ ബട്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. എന്ത് എളുപ്പം ഉണ്ടാക്കാൻ, രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാനത് കഴിക്കാൻ പോകണം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്നും പറയാനില്ല, നിങ്ങളെല്ലാം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പ് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യണം, ഇതിൽ ചേർക്കണമെങ്കിൽ. എനിക്കിപ്പോൾ ഉപ്പ് വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഫ്ലേവർ ചെയ്യാം. ഗാർലിക്ക് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസസോ നമ്മുടെ ഓർഗാനോ എന്ത് വേണം നിങ്ങൾക്ക് ആ ബട്ടർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. എടുത്ത് ബട്ടറാക്കി കഴിക്കാം. ഇത് നമ്മൾ വീട്ടിൽ പണ്ട് അമ്മമാരുണ്ടാക്കുന്ന വെണ്ണയൊക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. വേണേൽ ഈ ബട്ടർ നിങ്ങൾക്ക് ഇനിയും എന്താ ചെയ്യാം, അടുപ്പിലിട്ട് ഉരുക്കി നെയ്യ് അങ്ങ് ആക്കിയെടുക്കാം. അപ്പോൾ അതും ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ എല്ലാം കൂടെയും കൊണ്ട് നല്ല ഒരു ബട്ടർ വീട്ടിലുണ്ടാക്കാം, ഹോം മെയ്ഡ് ബട്ടർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.